ഇത് ഞാനും അച്ഛനും കൂടി ഒരു പാലാച്ചനുമായ വീഡിയോ കേട്ടോ. പാലാച്ചക്ക് ഇന്നലെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇന്നലെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്നാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞാനാണ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് അവിടെ നിന്നാണ് അച്ഛൻ എന്നെ ഈ തൂക്കി എടുത്തോണ്ട് പോകുന്നത്. ഞാൻ ഈ തുള്ളിച്ചാടി പോകാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ വള്ളത്തിലാട്ടോ പോകുന്നത്. കൊച്ചുകുരുത്തിലാണ് പാലാച്ചി വീട് വരുന്നത്. അപ്പൊ വള്ളത്തിൽ പോലെന്ന് കരുതി കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോഴാണെങ്കിൽ മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഓടിപ്പോയി 2 ചേമ്പിലൊക്കെ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൊടയും വടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഈ ചേമ്പിലെയും വാഴയിലേക്കല്ലേ മഴയത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു നൊസ്റ്റാൾജിയുടെ പുറത്ത് ഞാനത് തലേ ചുമന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും നേരത്തെ വീണില്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് വലിയ ചേമ്പിലായിരുന്നു കേട്ടോ. അങ്ങനെ അതും പിടിച്ചുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിനും അവിടുന്ന് ചേച്ചിയും ചേച്ചിയുടെ മോനോട് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വള്ളത്തിൽ വന്നപ്പോഴത്തേക്കിനും മഴ നന്നായിട്ട് ഉറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മഴ ഈ ചേമ്പിൽ താങ്ങത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അപ്പുറത്തുള്ള ഒരു വീട്ടിലോട്ട് കയറി കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിനും മഴ ചെറുതായിട്ടൊന്നും തോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ വള്ളത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കക്കൂട്ടം കണ്ട പിള്ളേരെ പോലെ ആ വള്ളം കണ്ടപ്പോഴത്തേക്കും ഞാൻ ആ ചെമ്പിലെ പൊക്കി പിടിച്ച് തുള്ളിച്ചാടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ ഒരു സൈഡിൽ ഇരുന്ന് പങ്കായം വെച്ച് തുഴയുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു സൈഡ് ചേച്ചിയും ഒരു സൈഡിൽ അച്ഛനും നടുക്ക് ഞാനിരുന്ന് സുഖിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കാഴ്ചകളൊക്കെ കണ്ട്. അങ്ങനെ ഞങ്ങൾ അക്കരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്കാണ് ചേച്ചിയുടെ വീഡിയോ എടുക്കുന്ന വേണ്ടിട്ട് ചേച്ചി പറയുന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കുന്ന പറഞ്ഞെങ്കിൽ ഞാൻ നല്ലപോലെ ഒരുങ്ങിയൊക്കെ വന്നേനേന്ന്. വള്ളത്തെ അങ്ങനെ കരക്കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. വള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് പാടുപെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ ശരിക്കും താറാവും കോഴിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും മുട്ടയൊക്കെ ഇവിടുന്നാണ് വാങ്ങാറുള്ളത്. അപ്പൊ ഇതാട്ടോ ചേച്ചിയുടെ വീട്. അപ്പൊ അടുത്ത പാർട്ടി ഞാൻ ഉടനെ ഇടാവേ. അപ്പൊ ഇന്നത്തെ വീട്ടിലുള്ളൂ. ടാറ്റാ.